വിശ്വാസികളുടെ അഭയകേന്ദ്രം അത് മദീനയാണ്. പാമ്പിനെ മടങ്ങിച്ചെല്ലാനുള്ളത് അതിൻ്റെ മാളമാണെങ്കിൽ വിശ്വാസിക്ക് മടങ്ങിച്ചെല്ലാനുള്ളത് മദീനയാണ്. നമ്മുടെ നൊമ്പരങ്ങൾ വിളിച്ചു പറയാനുള്ളത് മദീനയിലേക്കാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, വഅഹ്മദ് ആസമാനോ മേ, जमीन में वो मोहम्मद है, वो अहमद आसमानों में, मदीना राजधानी है, दो आलम पर हुकूमत है. എല്ലാ ലോകത്തിന്റെയും നിയന്ത്രണത്തിന്റെ ചരടുകൾ മദീനത്തെ ഗുംബദേ ഖസ്റാഇന്റെ താഴെയാണ്. ലോകത്തുള്ള രാജാക്കളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള നിയന്ത്രണാധികാരം അത് മദീനയുടെ നേതാവിനാണ്, രാജാവിനാണ്. നമ്മൾ ആപൽഘട്ടങ്ങളിൽ വിളിച്ചു തേടേണ്ടത് എവിടേക്കാണ്? മദീനയിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ വരുമ്പോ, NRC വരുമ്പോ, CAA വരുമ്പോ 36 ദിവസം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 17ാമത്തെ പാർലമെന്റ് സമ്മേളനം 36 ദിവസം കൊണ്ട് 35 ബില്ലുകളാണ് പാസാക്കിയത്. ഇന്ത്യൻ ഭരണഘടന ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനകളിൽ മനോഹരമായ ഭരണഘടനയാണ്. അതിന്റെ 4ഉം 5ഉം 11ഉം വകുപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് ആധുനിക ഭരണത്തമ്പുരാക്കന്മാർ ആൾബലത്തിന്റെ ദണ്ടുകൊണ്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പരാജയപ്പെടുത്താനുള്ള ആത്മീയ വജ്രായുധമാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് ഏതേത് ഖഡ്ഗങ്ങളെയും ഏതേത് കടമ്പകളെയും ഏതേത് ഉരുക്ക് കോട്ടകളെയും ഏതേത് തമ്പ്രാന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് വിജയത്തിന്റെ വെള്ളിടി ഉയർത്തി മുന്നോട്ട് പോകാനുള്ള ആത്മീയതയുടെ ആയുധമേ അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. എന്റെ ഈ ഉമ്മത്തിനോട്, ഈ നഗരിയിലുള്ളവരോട്, ഓൺലൈനിലൂടെ ലോകത്തിന്റെ നാനാദിക്കിലുമിരുന്ന് സൗദിയില്, UAE-യില്, ഖത്തറില്, ഒമാനില്, ബഹ്റൈനില് എല്ലാം ഇരുന്നുകൊണ്ട് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പരിഹാരത്തിന്റെ പറുദീസയാണ് മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരണം. നമ്മുടെ മനസ്സുകൾ മാറണം, നമ്മുടെ നടപടികൾ മാറണം, നമ്മുടെ ഇടപാടുകൾ മാറണം, നമ്മുടെ ഇടപെടലുകൾ മാറണം. ഇതെല്ലാം നേർവഴിക്ക് വരുമ്പോൾ അല്ലാഹു തആല നമുക്ക് വിജയം തരും. അതിനുള്ള സൂചകമാണ് അൽ ഈമാനു യരിദു ഇലൽ മദീന. മദീനയിലേക്ക് മടങ്ങും. വിശ്വാസികൾക്ക് നൊമ്പരം വരുമ്പോൾ ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞ ആ കവിതയുടെ ആദ്യ ഭാഗം സ്വഹാബത്തിന്റെ അന്നത്തെ അവസ്ഥയാണ്. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഹബീബായ തങ്ങളെ ഓടി വരാൻ ഞങ്ങൾക്ക് അവിടുത്തേക്കല്ലാതെ ഒരു അഭയകേന്ദ്രമില്ല. രണ്ടാമത് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനോടുള്ള ഉപദേശമാണ്. വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു ജനത അവരുടെ നബിയിലേക്കല്ലാതെ പിന്നെ എവിടേക്കാണ് ഓടിപ്പോവുക? അതുകൊണ്ട് നിങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ആദർശത്തിൽ നിന്നോ ബദറിൽ അല്ലാഹു തആല അവരെ സഹായിച്ചു. ബദരീങ്ങളെ, ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദറിൽ അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചില്ലേ? അന്ന് നിങ്ങൾ അതില്ലയാണ്.